ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയന്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഗൗരഭാഗവതം തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം ഭഗവതാമയം ദദാതി സ്വപദാന്തികം. ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാദൃജാതം ജഗന്നാഥാൻ വിരംദം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സകലലളിത ശ്രീവിശാഖാൻവിതം സ്യാത്. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനേ ഉമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനേ ശിവാശുമാനവീ ദേവി ദൈതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഭക്തിദ ശ്രീ ഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗൃതാപസിദ്ധാന്തഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായതേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരതസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തി. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. വേദാം സുരതോ പങ്കോർമോ മന്ദമതീർഗതിമത്സർവസ്രപാദാംബോജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപതൃന്ദ ശ്രീമദ്രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ്രാധാ ശ്രീരഘോവിന്ദദേവോ പൃഷ്ടാരഭിസേവ്യമാനോ സ്മരാമി. ശ്രീമന്ദാസരസാരംഭി വംശീപടത്തരസ്ഥിതാകർഷൻ വേണുസ്വനേൻ ഗോപിൻ ഗോപിനാഥ ശ്രീസ്തുന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. മുഖം കരോതി വാചാലം ഭംഗം ലങ്കായതി കിരണ്യത്കൃപാതം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. രാവിലെ നമ്മൾ ഭഗവാന്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് പഠിച്ചു. ചൈതന്യ മഹാപ്രഭു ആദ്യമായിട്ട് ഈ ലൈവിൽ വന്ന ഭക്തർക്കായിട്ട് പറയുകയാണ്. നമ്മൾ ഗൗരഭാഗവതം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഗൗരഭാഗവതം? ഗൗര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു പേരാണ് ഗൗര എന്ന്. യഥാർത്ഥത്തിൽ ആ പേര് ഗൗരാംഗൻ എന്നാണ്. അതിനെ ചുരുക്കി നമ്മൾ ഗൗര എന്ന് വിളിക്കുന്നതാണ്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ കലിയുഗത്തിൽ ഭഗവാന്റെ ഭക്തനായിട്ട് അവതരിച്ചു. ബംഗാൾ എന്ന് പറയുന്ന പ്രദേശത്ത് 500 വർഷങ്ങൾ മുമ്പേ. ഒരു പക്ഷെ നമുക്കത് അറിയത്തില്ലായിരിക്കാം. പക്ഷേ ഭഗവാൻ അങ്ങനെ ഒരു അവതാരം എടുത്തിട്ടുണ്ട്. ഇത് ഊഹാപോഹങ്ങളല്ല, ശാസ്ത്രാനുസൃതമാണ്. ശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ശ്രീമദ് ഭാഗവത്തിലും പല പുരാണങ്ങളിലുമൊക്കെ. അന്നേരം ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത്. നമുക്ക് ലഭിച്ച ഈ ഭക്തി പ്രക്രിയയെല്ലാം ഭാരതത്തിലുടനീളം
പല പല പ്രദേശങ്ങളിലും ഭക്തിയുടെ ആ വിപ്ലവം നമുക്ക് കാണാൻ ഇടയുണ്ടായത് ഭഗവാന്റെ ഈ അവതാരം കൊണ്ട് മാത്രമാണ്. ഭഗവാൻ ബംഗാൾ പ്രദേശത്ത് അവതരിച്ച അതേ സമയത്ത് തന്നെ ഭഗവാന്റെ പാർഷദരും പല പല സ്ഥലങ്ങളായിട്ട് അവതരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ അതായത് ഭഗവാൻ എങ്ങനെയാണോ ഓരോ യുഗങ്ങളിലും അവതരിക്കുമ്പോൾ ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി അവതരിക്കുന്നത്, അപ്പോൾ ഭൂമിയിലെ പല പ്രദേശങ്ങളിലും ഭഗവാന്റെ പാർഷദർ അവതരിച്ച് അവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഭഗവാനെ സഹായിക്കാറുണ്ട് അല്ലേ. അതേപോലെ ഭഗവാൻ പ്രചരണാർത്ഥം ഈ ഭൂമിയിൽ അവതരിച്ചു. ഭഗവാന്റെ ഒരു ലക്ഷ്യം ഭക്തി ആസ്വദിക്കുക എന്നതാണ്. കാരണം ഭഗവാനോടുള്ള ഭക്തി, ഭഗവാൻ തന്നെ ആ രസത്തെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ഭക്തി രസത്തെ മറ്റുള്ളവർക്കും പ്രധാനം നൽകുകയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ആ വഴി പറഞ്ഞു കൊടുത്ത് അതിലൂടെ പരമ ലക്ഷ്യസ്ഥാനമായ ഭഗവാന്റെ ലോകത്തേക്ക് എത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കാനാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. രാവിലെ നമ്മൾ പഠിച്ചു പല പല വ്യക്തികളെയും ഭഗവാന്റെ ശിഷ്യരുമായിട്ട് കാണുന്നതായിട്ട്. ഭഗവാൻ ഒരു ജ്യോത്സ്യനെ കാണുന്നതും ജ്യോത്സ്യൻ ഭഗവാന്റെ ഭൂതം ഭാവി അതെല്ലാം കണ്ടിട്ട് ഭയപ്പെടുകയാണ്, അത്ഭുതപ്പെടുകയാണ്. ഈ വ്യക്തി ആരാണെന്ന് ഇങ്ങനെ അറിയാതെ സംഭ്രമത്തിലായി ഇരിക്കുകയാണ്. അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി മുന്നോട്ട് നമുക്ക് പോകാം. ഒരിക്കൽ ഭഗവാനും ഭഗവാന്റെ ശിഷ്യരും വാഴയില വിൽക്കുന്ന, വാഴയിലയും വാഴയുടെ പല പല വിഭവങ്ങൾ, അതായത് വാഴയുടെ കൂമ്പും പിന്നെ വാഴ പഴം, അങ്ങനെ വാഴയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടു. ശ്രീധർ എന്നായിരുന്നു പേര്. വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, പക്ഷെ ഭഗവാന്റെ വലിയ ഭക്തനുമായിരുന്നു. ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രീധരനെ കാണാൻ പോകും. ഞാൻ രാവിലെ പറഞ്ഞ പോലെ പല പല ആൾക്കാരെയും കാണുന്നതിൻ്റെ ഇടയിൽ ഈ ശ്രീധരനെയും കാണാൻ പോകും. ഭഗവാനെ കണ്ട ഉടൻ തന്നെ അദ്ദേഹം ഭഗവാൻ ഇരിക്കാനായിട്ട് നല്ലൊരു ആസനം കൊടുക്കും. എന്നിട്ട് ഭഗവാൻ ചോദിക്കും എങ്ങനെ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ. വളരെ സാധാരണ രീതിയിൽ ശ്രീധരൻ ഓരോ ദിവസവും അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭം അതിൻ്റെ 50% ഗംഗാദേവിയുടെ പൂജയ്ക്കായിട്ട് സമർപ്പിക്കും. എന്നിട്ട് ബാക്കി 50% മാത്രമേ അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തിന് വേണ്ടി വയ്ക്കാറുള്ളൂ. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ശ്രീധരനോട് പറഞ്ഞു, നിന്റെ വസ്ത്രങ്ങളൊക്കെ ഓട്ടയായിരിക്കുകയാണല്ലോ, ഇതിനെല്ലാം സുഷിരം വന്നിരിക്കുകയാണ്. അതേപോലെ നിന്റെ വീട്ടിന് മേൽക്കൂരയിലും എല്ലാം സുഷിരം വീണിരിക്കുകയാണ്. അതേ സമയത്ത് നിന്റെ ചുറ്റുപാടുള്ള ആൾക്കാരെ നോക്കൂ, അവരെല്ലാം ദേവന്മാരെയാണ് ആരാധിക്കുന്നത്. അവരെത്ര സമ്പന്നതയിലാണെന്ന് നോക്കൂ, നീ എത്ര ദാരിദ്ര്യത്തിലാണെന്ന് നോക്കൂ. നീ ഭഗവാൻ കൃഷ്ണന്റെ ഭക്തനാണ്, ലക്ഷ്മിപതിയാണ്, പിന്നെ എന്താണ് നീ ഇത്രയും ദാരിദ്ര്യത്തിലെന്നോട്? പക്ഷെ ഇവരൊക്കെ ആണെങ്കിൽ ദേവന്മാരെ പൂജിക്കുന്നു, അവരൊക്കെ സമ്പന്നരായിട്ടും കൂടുതൽ സമ്പന്നരായിക്കൊണ്ടേയിരിക്കുകയാണ്. അവരാണെങ്കിൽ മോക്ഷത്തെക്കുറിച്ചോ ഭക്തിയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാറില്ല, അവരവരുടെ ലൗകിക കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീധരൻ പറയും, എൻ്റെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറഞ്ഞതാണ്, പക്ഷേ എന്നാലും എനിക്ക് വസ്ത്രമെങ്കിലും ഉണ്ടല്ലോ ധരിക്കാനായിട്ട്, അതെനിക്ക് മതി. പിന്നെ വീട്ടിൻ്റെ മേൽക്കൂരയിലുള്ള സുഷിരം അത് വായു സഞ്ചാരത്തിന് വേണ്ടിയുള്ളതാണല്ലോ. പിന്നെ അദ്ദേഹം പറഞ്ഞു,
എത്ര സമ്പന്നതയിൽ ജീവിക്കുന്ന രാജാവാണെങ്കിലും, എത്ര അമൂല്യമായിട്ടുള്ള രത്നങ്ങളും സമ്പാദ്യങ്ങളും ഉണ്ടെങ്കിലും, ചുറ്റുപാടും ഒരുപാട് ദാസന്മാരുണ്ടെങ്കിലും, ഒരു ജീവാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷിയെ പോലെയാണ്, ഒരു കൂട്ടിനകത്ത് ജീവിക്കുന്ന പക്ഷിയെ പോലെയാണ്. പിന്നെ പറഞ്ഞു, എല്ലാ സുഖ സമൃദ്ധിയിൽ ജീവിക്കുന്ന രാജാവിനും അതേ സമയത്ത് ഒരു പക്ഷിക്കും എല്ലാവർക്കും സുഖദുഃഖങ്ങൾ ഒരേപോലെയാണ്. അതുകൊണ്ട് നമുക്കെന്താണോ സ്വമേധയാ ലഭിക്കുന്നത് അതിൽ നമ്മൾ സന്തുഷ്ടരായിട്ടിരിക്കാനാണ് പറയുന്നത്. എല്ലാവർക്കും സുഖമുണ്ട്, ദുഃഖമുണ്ട്. അവരവരുടെ കർമ്മം അനുസരിച്ച് അതെല്ലാം ലഭിക്കുമെന്ന് ശ്രീധരൻ പറയുകയാണ്. എനിക്ക് ഭഗവാൻ കൃഷ്ണന്റെ സേവനം മാത്രം ചെയ്താൽ മതി, വേറൊന്നിലും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. മറ്റുള്ള വ്യക്തികൾ ഭൗതികതയിൽ മുങ്ങി ജീവിക്കുന്നോ ഇല്ലയോ അതൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇതിൽ നിന്ന് ശ്രീധരന്റെ ഈ ഉത്തരത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് നമുക്ക് എന്താണോ അർഹിക്കുന്നത് നമുക്കത് കിട്ടിയിരിക്കുന്നില്ല. ജീവിതത്തിൽ സുഖവും വരും, ദുഃഖവും വരും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ നമുക്ക് തോന്നുന്നു മറ്റുള്ളവർ സുഖത്തിൽ കഴിയുകയാണെന്ന്. പക്ഷെ അവരുടെ ദൈനംദിന ജീവിതത്തിലും അവർക്കും സുഖവും ദുഃഖവും ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ഗുരു മഹാരാജ് പറയുന്നു, നിങ്ങൾ എത്ര വലിയ ഉന്നത സ്ഥാനത്തിൽ ഇരുന്നാലും അധികാരവും പദവി, ബഹുമാനം, ബഹുമതികളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെങ്കിലും അതിനോടൊപ്പം തലവേദനയും കൂടുമെന്നുള്ളതാണ്. ആർക്കും സുഖം മാത്രം ഈ ലോകത്തിൽ ഒരിക്കലും ഇല്ല. ശ്രീധരന്റെ കാര്യത്തിൽ വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. ലളിതമായിട്ടുള്ള ജീവിതം, ഏറ്റവും ലളിതമായിട്ടുള്ള ജീവിതം. ദാരിദ്ര്യത്തിൽ തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് ലഭിക്കുന്ന എല്ലാം ഭഗവാന് വേണ്ടി സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചിന്താഗതി, ഭഗവാൻ എന്നെ സമ്പന്നനാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സമ്പന്നനാവും. ഞാൻ ഒരിക്കലും ആരെയും പറ്റിക്കുന്നുമില്ല, ദ്രോഹിക്കുന്നുമില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുന്നു ഉപജീവനത്തിനായിട്ട്. പക്ഷേ ഞാൻ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നത് ഒരിക്കലും നിർത്തത്തില്ല. ഞാൻ എപ്പോഴും സന്തോഷത്തിലാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ എല്ലാവരുടെയും ജീവിത രീതി ഇങ്ങനെയല്ല. അവർ വസ്തുവകകൾ കൊണ്ട് സന്തോഷം കൂട്ടാൻ നോക്കുകയാണ്. അധികാരത്തിലൂടെയും അവരവരുടെ സന്തോഷത്തെ കൂട്ടാൻ നോക്കുകയാണ്. പക്ഷെ ഇതിലൂടെ ഒന്നും നമുക്ക് ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പദവി, അധികാരം, വസ്തുവകകൾ നമ്മുടെ അർഹതയ്ക്കനുസരിച്ച് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. നമ്മുടെ അർഹതയ്ക്കനുസരിച്ച് എന്ന് പറയുമ്പോൾ അത് പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലവും ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെയും അതിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടോ, എത്രത്തോളം ധർമ്മം പുലർത്തിയിട്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് അർഹിക്കാത്തത് നമ്മൾ തട്ടിപ്പറിച്ച് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിലനിൽക്കത്തില്ല. എന്നാൽ നമ്മൾ ചില വ്യക്തികൾ ചോദിക്കും, എന്തായാലും ആരുടെയിലും ഒന്നും നിലനിൽക്കത്തില്ലല്ലോ, എല്ലാവരും ഒരു ദിവസം എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണ്ടേ അല്ലേ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഉള്ള കാലത്ത് മാക്സിമം ആസ്വദിക്കുന്നതല്ലേ നല്ലത് എന്ന് ചില വ്യക്തികൾ ചിന്തിക്കാം. പക്ഷേ എല്ലാം ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ. അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ്. എല്ലാവരും കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കുകയാണ്. അവർ പറയുന്നത് എന്തായാലും കുറച്ച് നാളെ എല്ലാവരും ജീവിക്കുന്നുള്ളൂ, അതുകൊണ്ട് മാക്സിമം ആസ്വദിക്കുക, അതല്ലേ ഏറ്റവും ഉത്തമമെന്ന് ചില വ്യക്തികൾ ചിന്തിക്കും. പക്ഷേ അത് നല്ലൊരു തീരുമാനമായേനെ, അഥവാ കഴിഞ്ഞ ജന്മം ഇല്ല, അടുത്ത ജന്മം ഇല്ല എങ്കിൽ. കാരണം എന്തായാലും ഒരു ജന്മേ ഉള്ളൂ. അതുകൊണ്ട് ആരെന്ത് ചെയ്താലും എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക. എന്നാലൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ പിന്നെ ജനിച്ചത് എങ്ങനെയാണ്? നമ്മുടെ ജനനം എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു?
തീർച്ചയായിട്ടും പൂർവ്വജന്മ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ്. ഈ ലോകം പ്രവർത്തിക്കുന്നില്ലേ? ആരോ ഇതിനെ മാനേജ് ചെയ്യുന്നില്ലേ? ആരോരും ഇല്ലാതെ ആർക്കും എന്തും ചെയ്യാം എന്നുള്ള രീതിയിലാണോ ഈ ലോകം പ്രവർത്തിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യം ഭരണാധികാരികളില്ലാതെ, ഒരു പ്രോപ്പർ ഭരണമില്ലാതെ രാജ്യം നിലനിൽക്കുമോ? എന്നാലും നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഭരണാധികാരികളെ കാണുന്നില്ലായിരിക്കും. പ്രധാനമന്ത്രിയെ നമ്മൾ കാണുന്നില്ല, മുഖ്യമന്ത്രിയെ കാണുന്നില്ല, അല്ലെങ്കിൽ അവിടെ എന്താ പറയുക, നിയമം ഉറപ്പാക്കുന്ന ജുഡീഷ്യറിയോ അല്ലെങ്കിൽ ഇപ്പോൾ ക്രൈം കൺട്രോൾ ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സോ മിലിറ്ററി, അവരെ ആരെയും നമ്മൾ കാണുന്നില്ല. പക്ഷെ അവരൊക്കെ ഉള്ളത് യാഥാർത്ഥ്യമാണല്ലോ. കാരണം നമ്മൾ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉടൻ അവർ ഇടപെടുന്നുള്ളതാണ്. കാരണം നിയമത്തെ ഉറപ്പാക്കാൻ വേണ്ടി. അതേപോലെ ഒരു ക്രൈം ചെയ്യുന്ന വ്യക്തി, അവർ പറയും ആരും ഒന്നും ഇല്ല നോക്കാനും ഇതിനും ഒന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജീവിക്കും. മോഷണം അല്ലെങ്കിൽ കൊലപാതകം അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായാലും പിടിക്കപ്പെടും. അവർ വിചാരിക്കും അത് എത്ര വലിയ മണ്ടത്തരമാണ് നോക്കണേ, അതായത് ആരും ഇല്ല ഇത് നോക്കാനെന്നൊക്കെ വിചാരിക്കുന്നത്. എന്നാൽ അതേപോലെയാണ് ഇന്നത്തെ ആൾക്കാർ. അവർ പറയുന്നു നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കാം, ഇഷ്ടാനുസൃതം എന്തും ചെയ്യാം, ആരെ എന്തും ചെയ്യാം, നമ്മുടെ സുഖം നോക്കി ജീവിക്കുക, അതാണ് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം ഇനി അടുത്ത ജന്മം ആര് കണ്ടു? പക്ഷെ ഈ ജന്മം ഉണ്ട് എന്നത് തന്നെയാണ് അടുത്ത ജന്മം ഉണ്ടതിൻ്റെ തെളിവ്. കാരണം നമ്മളെല്ലാം നമ്മുടെ ജനനം തീരുമാനിച്ചിരിക്കുന്നു. അന്നേരം ശ്രീധർ പറയുകയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഏതവസ്ഥയിലിരുന്നാലും ഞാൻ അർഹിക്കുന്നതാണ് ഭഗവാൻ എനിക്ക് നൽകുന്നത്. അന്നേരം ഇവിടെ ഗുരു മഹാരാജ് പറയുകയാണ്, പുറമെ ശ്രീധരൻ വളരെ ദാരിദ്ര്യത്തിലായിരുന്നുവെങ്കിലും ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. അന്നേരം യഥാർത്ഥ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതിയാണ്. ഇപ്പോഴത്തെ കാലത്ത് തമാശയ്ക്കൊക്കെ പറയാറുണ്ട്, ചില വ്യക്തികൾ വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറുമ്പോൾ ദാരിദ്ര്യം എന്നൊക്കെ പറയാറില്ലേ, അന്നേരം ദരിദ്രവാസി എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ എച്ചി എന്നൊക്കെ നമ്മൾ പറയാറില്ല. അന്നേരം അതേപോലെയാണ് നമ്മൾ യഥാർത്ഥ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതി, നമ്മുടെ സംസാരവും പ്രവൃത്തിയാണ്. അന്നേരം നമ്മൾ സമ്പന്ന വ്യക്തികളാണെന്ന്, ഒരു സമ്പന്നത എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊതുവെ അവരുടെ സ്വഭാവമല്ലേ. നമ്മൾ വലിയ പണക്കാരനാണെങ്കിലും പെരുമാറ്റമൊക്കെ വളരെ മോശപ്പെട്ട ഇതാണെങ്കിൽ അവരോട് നമുക്ക് അറപ്പും പുച്ഛവുമാണെന്ന് തോന്നുന്നു. പക്ഷെ അതേ സമയത്ത് സമ്പത്തൊന്നും അധികം ഇല്ലെങ്കിലും ആ വ്യക്തി മാന്യനായിട്ടാണ് പെരുമാറുന്നത്, സംസാരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് കൂടുതൽ ബഹുമാനം തോന്നട്ടെ. അന്നേരം യഥാർത്ഥ സമ്പത്ത് ചിന്താഗതിയും പെരുമാറ്റവുമാണ്. ഇത് കേട്ടപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നീ വലിയ സമ്പന്നനാണെന്ന് എനിക്കറിയാം, നിന്റെ ഉള്ളിൽ ഒരുപാട് സമ്പത്തുണ്ടെന്നും എനിക്കറിയാം, അതെല്ലാം നീ മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കും നിന്റെ ഉള്ളിലെ സമ്പന്നത എന്താണെന്ന്. എന്നിട്ട് പറഞ്ഞു, നീ വലിയ കള്ളനാണ്, എല്ലാ സമ്പത്തും നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് പഴങ്ങളും വാഴയിലയൊക്കെ എനിക്ക് സൗജന്യമായിട്ട് നൽകണം, എൻ്റെ കാശൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ശ്രീധരൻ ചിന്തിച്ചോ, കാരണം ഭഗവാനാണെന്ന് അറിയത്തില്ലല്ലോ. അന്നേരം ശ്രീധരൻ വിചാരിച്ചു, എന്തായാലും ഇത് ഒരു നല്ലൊരു ബ്രാഹ്മണനാണ്, വലിയ പണ്ഡിതനുമാണ്, ഇത്രയും വലിയ പണ്ഡിതനുമാണ്, നല്ല ശുദ്ധ ബ്രാഹ്മണനുമാണ്, എൻ്റെ ചെറിയ കടയിൽ വന്നിരിക്കുകയാണ്. അന്നേരം എനിക്ക് ഇങ്ങനെയുള്ള ഒരു പണ്ഡിതന്റെ സേവനം ചെയ്യാൻ കിട്ടുന്ന നല്ലൊരു അവസരമാണ്. നാരായണ. കാരണം ശ്രീധരന് ഭയമായിരുന്നു. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഭഗവാന് വലിയ പ്രിയപ്പെട്ടവരാണ്, അവരെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിനെ ശ്രീധരന് വലിയ ഇഷ്ടമായിരുന്നു. ഭഗവാൻ ഇങ്ങനെ തമാശ കളിക്കുകയാണെന്ന് ശ്രീധരൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അതിനൊത്ത് ശ്രീധരനും കുറച്ച് തർക്കിക്കുകയായിരുന്നു. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന് കുറച്ച് വാഴയുടെ കൂമ്പും അങ്ങനെയുള്ള പച്ചക്കറി എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കാനുള്ള ആ ഒരു വിഭവമൊക്കെ
കായ്ക്കളും ഒക്കെ ഭഗവാന് കൊടുത്തു എന്നുള്ളതാണ്. പറയുന്നു മഹാപ്രഭു എല്ലാ ദിവസവും ശ്രീധരന്റെ വീട്ടിൽ ആ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറി വിഭവങ്ങൾ വെച്ച് മാത്രമായിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, നിന്റെ യഥാർത്ഥ സമ്പത്ത് ഞാൻ ഒരിക്കൽ എല്ലാവരുടെ മുമ്പിലും കാണിക്കുമെന്ന് വീണ്ടും വീണ്ടും ഭഗവാൻ പറഞ്ഞു. അന്നേരം ഗുരുമഹാരാജ് ഇവിടെ പറയുന്നു, വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ശ്രീധരന്റെ ഉള്ളിൽ ഭഗവാനോടുള്ള ഭക്തി, പരിശുദ്ധ ഭക്തി, അതാണ് യഥാർത്ഥ സമ്പത്ത്. നമ്മൾ ബാക്കി എന്തൊക്കെ ചെയ്തോ അതല്ല ഇമ്പോർട്ടൻ്റ്. കാരണം ബാക്കി എന്തൊക്കെ ചെയ്താലും നമുക്കതൊക്കെ ഈ ലോകത്തിൽ നിന്നും നഷ്ടമാകും. പക്ഷെ നമുക്ക് നഷ്ടമാകാത്ത ഒരേ ഒരു കാര്യം, നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഭഗവാനോട് ഭക്തിയുണ്ട് എന്നതാണ്. ഒരു മിനിറ്റ്. കാരണം ദേവന്മാർ പോലും കൊതിക്കുന്നതാണ് ഭഗവാനോടുള്ള ആ പരിശുദ്ധ ഭക്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെ പറയുന്നു, മനഃപൂർവ്വം ശ്രീധരന്റെ ജീവിതത്തിൽ ആ ദാരിദ്ര്യം ഭഗവാൻ കൊടുത്തതായിരുന്നു. കാരണം എന്താ? കാരണം ഈ ദാരിദ്ര്യ അവസ്ഥയിൽ, കാരണം അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും സമ്പന്നതയിൽ മാത്രമേ ഭഗവാന്റെ സേവനം ചെയ്യാൻ പറ്റൂ. നമ്മൾ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ ഭഗവാന്റെ സേവനം ചെയ്യാൻ കഴിയില്ല, ഭക്തിയിൽ ജീവിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഇത്രയും ദാരിദ്ര്യത്തിൽ പോലും ശ്രീധരൻ ഭഗവാന്റെ സേവനം മുടക്കുന്നില്ല, നാമജപം മുടക്കുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയിലും നമുക്ക് ഭക്തി പരിശീലിക്കാൻ പറ്റും എന്നുള്ള വലിയൊരു പാഠമാണ് ശ്രീധരന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഭഗവാൻ ഇപ്പോൾ ഒന്നും കൂടുതൽ വ്യക്തമായിട്ട് ശ്രീധരനെ കുറിച്ച് പറഞ്ഞില്ല. കാരണം സമയമാകുമ്പോൾ ഭഗവാൻ ആരാണെന്ന് എല്ലാവരും മനസ്സിലാക്കുമ്പോൾ ശ്രീധരന്റെ ഭക്തി എല്ലാവരും മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു. ഭഗവാൻ കുറച്ചും കൂടെ പ്രായം ആയി. അപ്പോൾ ഭഗവാന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. അവിടെ ബംഗാളിൽ തന്നെ ഒരു വ്യവസായി ഉണ്ടായിരുന്നു, ഇസ്ലാമികനായിരുന്നു, ബുദ്ധിമന്ത ഖാൻ എന്ന് പറഞ്ഞു. അദ്ദേഹം ഭഗവാന്റെ വലിയ ഭക്തനുമായിരുന്നു, മുസ്ലിമായിട്ട് പോലും. അദ്ദേഹം നിമായി പണ്ഡിതിനെ നന്നായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹം സ്വയം മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, നിമായുടെ വിവാഹത്തിന്റെ എല്ലാ ചെലവും ഞാൻ വഹിക്കാം. എന്നിട്ട് പറഞ്ഞു, ഇതൊരു സാധാരണ വിവാഹം പോലെ ആകരുത്, വലിയൊരു രാജകുമാരിയുടെയും വിവാഹം പോലെ ആയിരിക്കണം. അന്നേരം ഗുരുമഹാരാജ് ഇവിടെ പറയുന്നു, ഈ ബുദ്ധിമന്ത ഖാൻ എന്ന് പറയുന്ന വ്യക്തി പൂർവ്വജന്മത്തിൽ സുവർണസേനൻ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. നവദ്വീപിലെ തന്നെ ഗോദ്രുമ ദ്വീപ് എന്ന് പറയുന്ന അവിടെ ഉള്ള ഒരു രാജാവായിരുന്നു. ആ രാജാവ് വളരെ പുണ്യവാനായിരുന്നു, എല്ലാ സത്കർമ്മങ്ങളും ചെയ്യുമായിരുന്നു. പക്ഷെ ഭക്തി അധികമില്ലായിരുന്നു. ചെയ്യുന്ന സത്കർമ്മങ്ങൾക്ക് പകരം അദ്ദേഹം ഭൗതിക ലാഭങ്ങൾ മാത്രമായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹം സത്പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് ഒരിക്കൽ നാരദ മഹർഷി അദ്ദേഹത്തെ കാണാനിടയുണ്ടായി. അങ്ങനെ സുവർണസേനെ കണ്ടിട്ട് നാരദ മഹർഷി വിചാരിച്ചു സുവർണസേന നല്ലൊരു അനുഗ്രഹം കൊടുക്കാമെന്നു. എന്നിട്ട് നാരദ മഹർഷി ചോദിച്ചു, എന്തൊക്കെ ധാർമ്മിക പ്രവൃത്തികളാണ് നീ നിന്റെ രാജ്യത്തിൽ ചെയ്യാറുള്ളതെന്ന് ചോദിച്ചു.
അപ്പോൾ പറഞ്ഞു, ഞാൻ പല പല യജ്ഞങ്ങൾ ചെയ്യാറുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ നാരദ മഹർഷി ചോദിച്ചു, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താന്ന് പറഞ്ഞു. അപ്പോൾ സുവർണസേനൻ പറഞ്ഞു, എനിക്ക് സ്വർഗത്ത് പോകണം, എൻ്റെ രാജ്യം സമൃദ്ധമായിട്ടിരിക്കണം, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ദീർഘായുസോടുകൂടി ഇരിക്കണം, ഭൗതികമായിട്ടുള്ള എല്ലാ സുഖങ്ങളും എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവൃത്തികളിൽ തെറ്റായിട്ടൊന്നും ചെയ്യാറില്ല, അതെല്ലാം വളരെ നല്ലതാണ്. പക്ഷെ അതിലൂടെ നിനക്ക് ഭൗതിക ലാഭം മാത്രമേ ലഭിക്കൂ. പിന്നെ നിന്റെ കുടുംബാംഗങ്ങൾ ഈ ജന്മത്തിൽ നിന്റെ കുടുംബാംഗങ്ങളായിരിക്കും. പക്ഷേ ഒരു ദിവസം മരണത്തോടു കൂടി എല്ലാവരിൽ നിന്ന് പിരിയേണ്ടി വരത്തില്ലേ? അങ്ങനെ ജീവിതത്തിന്റെ താൽക്കാലികത്വത്തെക്കുറിച്ച് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. അടുത്ത ജന്മത്തിൽ ഇവരെല്ലാവരും നിന്റെ കുടുംബാംഗങ്ങളായിരിക്കും എന്നതിന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത്, നമ്മുടെ ഭൗതിക ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത്, ആധ്യാത്മിക കാര്യത്തെക്കുറിച്ചും ചിന്തിക്കണമെന്ന് പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, നീ ഇപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിലെ രാജാവാണ്. ഇനി മുന്നോട്ട് കലിയുഗത്തിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഇവിടെ അവതരിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും പ്രേമഭക്തി നൽകാനായിട്ട് ഭഗവാൻ വരും. ആ സമയത്ത് ഭഗവാൻ ആരാണോ യോഗ്യൻ അയോഗ്യൻ അതൊന്നും നോക്കാറില്ല, എല്ലാവർക്കും ആ പരിശുദ്ധ പ്രേമഭക്തി നൽകാൻ പോവുകയാണ്. ഗൗരാംഗ എന്ന പേര് കേട്ടപ്പോൾ തന്നെ രാജാവിന് വലിയ സന്തോഷമായി. അന്നേരം രാജാവ് പറഞ്ഞു, സുവർണസേൻ പറഞ്ഞു, ഈ ഗൗരാംഗ എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു, എനിക്ക് ഗൗരാംഗനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. നാരദ മഹർഷി പറഞ്ഞു, ഇനിയും അദ്ദേഹം വരാൻ സമയമായിട്ടില്ല, പക്ഷേ നീ അദ്ദേഹത്തിന്റെ നാമം ജപിക്കുകയാണെങ്കിൽ നിനക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന്. അദ്ദേഹത്തിന് നിന്നോട് കാരുണ്യം നൽകണം, നിനക്ക് കാരുണ്യം നൽകണം തോന്നുവാണെങ്കിൽ അദ്ദേഹം ദർശനം നൽകുന്നു. അന്നേരം പറഞ്ഞു, എനിക്ക് അങ്ങ് ദീക്ഷ നൽകുമോ എന്ന് പറഞ്ഞപ്പോൾ നാരദ മഹർഷി ചെവിയിൽ ഗൗരാംഗ എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ രാജാവ് ഗൗരാംഗ 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 എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഗൗരാംഗ നാമം ജപിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസവും ഗൗരാംഗ 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 ഇങ്ങനെ തന്നെ ജപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭു ദർശനം നൽകി. രാജാവ് ഭഗവാന്റെ സുന്ദര രൂപത്തെ കണ്ടു. 7 അടി നീളം, വളരെ മനോഹരമായിട്ടുള്ള തോളും ഭഗവാന്റെ വക്ഷസ്ഥലവും ഭഗവാന്റെ കാലും എല്ലാം കണ്ടു. അങ്ങനെ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള കൈകൾ, ഭഗവാന്റെ മുഖവും ദേഹത്ത് വനമാലയും ധരിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ ഈ സുന്ദര രൂപം കണ്ടിട്ട് കാൽക്കൽ വീണു. എന്നിട്ട് ഭഗവാന്റെ കണ്ണുകളാണെങ്കിൽ ഏകദേശം ചെവിയുടെ അടുത്ത് വരെ എത്തും. അത്രയ്ക്ക് വലിയ കണ്ണുകളാണ് ഭഗവാന്റെ, താമര ഇതൾ പോലെയുള്ള കണ്ണുകൾ. ഭഗവാന്റെ ഈ സുന്ദര രൂപം കണ്ടപ്പോൾ സുവർണസേനന് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അത്രയ്ക്ക് സന്തോഷം ലഭിച്ചു. ഭൂമിയിൽ വീണ് ഭഗവാന്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ചു. പക്ഷെ വീണ്ടും വീണ്ടും സന്തോഷാധിക്യത്താൽ ബോധം കെട്ട് വീഴുകയായിരുന്നു. ചില സമയത്ത് ഗൗരാംഗ എന്ന് പറയും, പിന്നെ വീണ്ടും ബോധം കെട്ട് വീഴും. പെട്ടെന്ന് തന്നെ ഭഗവാൻ അപ്രത്യക്ഷനായി. അന്നേരം ഭഗവാൻ അപ്രത്യക്ഷനായപ്പോൾ സുവർണസേനന് ഒരുപാട് വിഷമമായി. വീണ്ടും ഗൗരാംഗ ഗൗരാംഗ എന്ന് ജപിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ ഭഗവാൻ പറഞ്ഞു, സുവർണസേന, നിന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ, നിന്നോട് കാരുണ്യം കാണിക്കാനാണ് ഞാൻ എൻ്റെ രൂപം കാണിച്ചത്.
ഇവിടെ പറയുന്നു, ഭഗവാൻ എന്നിട്ട് പറഞ്ഞു, പൊതുവെ എത്രയോ വർഷങ്ങൾ തപസ് ചെയ്താലാണ് എൻ്റെ ഈ രൂപത്തെ കാണാൻ കഴിയുക. നിനക്ക് കാണാനുള്ള യോഗ്യത ഇല്ലായിരുന്നു, പക്ഷെ എൻ്റെ പ്രത്യേക ഒരു കാരുണ്യമാണ് നിനക്ക് ഞാൻ നൽകിയത്. ഞാൻ എല്ലാവർക്കും ദൃശ്യമാകുന്ന രീതിയിൽ ഇവിടെ ലീലകൾ ചെയ്യുമ്പോൾ നിനക്ക് എൻ്റെ ലീലയിൽ പങ്കെടുക്കാൻ കഴിയും, നീ എൻ്റെ പാർഷദനായിട്ട് ജീവിക്കാൻ കഴിയും. അപ്പോൾ നിന്റെ പേര് ബുദ്ധിമന്ത ഖാൻ എന്നായിരിക്കും. എൻ്റെ നാമം ജപിക്കൂ, നീ എന്തായാലും എൻ്റെ ലോകത്തേക്ക് വരും എന്ന് നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട, എന്തുകൊണ്ട് ഇസ്ലാമിക കുടുംബത്തിൽ തന്നെ ജനിച്ചു? കാരണം അപ്പോഴത്തെ ഭരണാധികാരി സമ്പത്തെല്ലാം അവരുടെ കയ്യിലായിരുന്നു. ബംഗാൾ പ്രദേശത്ത് കൂടുതലും വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു, പക്ഷെ ഭരണാധികാരികളെല്ലാം ഇസ്ലാമികരായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ആ കല്യാണം നടത്താനും ഭഗവാനെ സഹായിക്കാനും ആ ഒരു ഭരണം ആരുടെ കയ്യിലാണോ അവിടെ തന്നെ ആയിരിക്കണമല്ലോ, അല്ലേ? അന്നേരം സനാതനധർമ്മത്തിലുള്ള ക്ഷത്രിയരാരും ആ സമയത്ത് ബംഗാളിൽ ശക്തരായിട്ടില്ലായിരുന്നു. ജഗന്നാഥ്പുരിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ സുവർണസേനെ ആ ഇസ്ലാമിക കുടുംബത്തിൽ തന്നെ ജനിപ്പിച്ചത്. അങ്ങനെ സുവർണസേന മഹാരാജാവ് വളരെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു. ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. പക്ഷെ പൂർവ്വജന്മത്തിൽ അദ്ദേഹം ആരായിരുന്നു അദ്ദേഹത്തിന് ഓർമ്മയില്ലായിരുന്നു. എല്ലാം ഭഗവാന്റെ യോഗമായ തന്നെ ഭഗവാന് വേണ്ടി സജ്ജീകരിക്കുമായിരുന്നു. അന്നേരം ഭഗവാന്റെ വിവാഹം നിശ്ചയിച്ചപ്പോൾ ആ വിവാഹത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് ചെയ്യണമെന്ന് തോന്നി. വലിയ വാദ്യ ഉപകരണങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നു. ഒരുപാട് ബ്രാഹ്മണര് വേദമന്ത്രങ്ങൾ ഉരുവിടാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 10,000 ആൾക്കാർ ഭഗവാന്റെ വിവാഹ ചടങ്ങുകൾ ഘോഷയാത്രയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം കൈകളിൽ കുടങ്ങളുണ്ടായിരുന്നു, ഗംഗാജലത്തിൻ്റെയും പൂക്കളുടെയും. ഒരു രാജാവിൻ്റെ കല്യാണത്തെ പോലെയായിരുന്നു ഭഗവാന്റെ കല്യാണം. വിവാഹത്തിന് ഒരു ദിവസം മുമ്പായിട്ട് ആദിവാസ ചടങ്ങുകളുണ്ടായിരുന്നു. അന്നേരം പൊതുവെ വിശേഷപ്പെട്ട ദിവസങ്ങൾക്ക് മുമ്പായിട്ട് സ്വർണം, വെള്ളി, ചെമ്പ്, ശുഭവസ്തുക്കളൊക്കെ ഭഗവാന് സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് അടുത്ത ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പാണ്. അതേപോലെ തന്നെ വിവാഹ ചടങ്ങിൽ അതേപോലെ ആദിവാസ ചടങ്ങ് നടന്നു. എന്നിട്ട് ഒരുപാട് സ്ത്രീജനങ്ങൾ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ദമ്പതികളെ അനുഗ്രഹിക്കാനായിട്ട് വന്നു. ദമ്പതികളെ ആദ്യം കുളിപ്പിച്ചു. എന്നിട്ട് മഞ്ഞൾ ദേഹത്തെല്ലാം പുരട്ടി ശുഭമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവരുടെ ദീർഘായുസ്സിനും ആയുരാരോഗ്യത്തിനും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതേ സമയത്ത് തന്നെ ബുദ്ധിമന്ത ഖാൻ അവിടെ വന്ന അതിഥികൾക്ക് പല പല വിഭവസമ്പന്നമായിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കി. ഇവിടെ പറയുന്നു, ആ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വളരെ രുചികരമായിരുന്നു. അതുകൊണ്ട് കഴിച്ചവർ തന്നെ വീണ്ടും വീണ്ടും കഴിക്കാൻ അവിടെ വരിയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ വിളമ്പുന്ന ആൾക്കാർ പരാതി പറഞ്ഞു ബുദ്ധിമന്ത ഖാൻ്റെ അടുത്ത്. അതായത് കഴിച്ചവർ തന്നെ വീണ്ടും കഴിക്കാനായിട്ട് വരികയാണ്. അന്നേരം ബുദ്ധിമന്ത ഖാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 5 പേർക്കുള്ള ഭക്ഷണം ഒരാൾക്ക് കൊടുക്കണം. വീണ്ടും വരുവാണെങ്കിൽ ഇനി അവർക്ക് 5 പ്രാവശ്യം
കൊടുത്തതിനെക്കാട്ടി അഞ്ച് പ്രാവശ്യം ഇരട്ടി കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ആദ്യം കൊടുത്തതിൻ്റെ കാട്ടി 5 ഇരട്ടി കൊടുക്കുമ്പോൾ അവരുടെ വയറ് നിറയെ അവർക്ക് കഴിക്കാൻ പറ്റുമല്ലോ എന്ന്. അതുകൊണ്ട് ബുദ്ധിമന്ത ഖാൻ വിചാരിച്ചു ആർക്കും ഭക്ഷണം കുറഞ്ഞു പോകരുത്, എല്ലാവരും വയറ് നിറച്ച് കഴിക്കണമെന്ന് വെച്ചിട്ട്. എന്നിട്ട് ഇവിടെ പറയുന്നു, പൊതുവെ ഭക്ഷണം വിളമ്പുമ്പോഴും എന്തു പറയുന്നേ, പാചകം ചെയ്യുമ്പോഴും കുറച്ച് ഭക്ഷണങ്ങൾ ഇങ്ങനെ പുറത്ത് പോകുമല്ലോ അല്ലേ, എന്തായാലും കുറച്ച് തറയിൽ വീഴും. അന്നേരം ആ തറയിൽ വീണ ഭക്ഷണം തന്നെ അതിൻ്റെ എണ്ണം, അതിൻ്റെ എത്ര ക്വാണ്ടിറ്റി അതുണ്ടെന്ന് നമ്മൾ എടുക്കുകയായിരുന്നെങ്കിൽ എത്രയോ കല്യാണങ്ങളിൽ നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിനെക്കാട്ടിയും കൂടുതലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മളിപ്പോൾ പാചകം ചെയ്യുന്ന സമയത്ത് എന്തായാലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കുമല്ലോ. അന്നേരം എത്രത്തോളം അങ്ങനെ വീണ്ടും വീണ്ടും പാചകം ചെയ്ത് എത്രത്തോളം ഭക്ഷണം അങ്ങനെ പുറത്ത് ഇങ്ങനെ അത് വേവുന്ന സമയത്തോ അല്ലെങ്കിൽ വിളമ്പുന്ന സമയത്തോ ഇങ്ങനെ പുറത്ത് വീഴുമല്ലോ. അന്നേരം ആ വീണ ഭക്ഷണ പദാർത്ഥങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ അളവ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെ എത്രയോ കല്യാണങ്ങൾ നടത്താൻ പറ്റുന്ന, കല്യാണത്തിന്റെ വിളമ്പുന്ന സദ്യയുടെ അത്രയും ഉണ്ടായിരുന്നു പറയുന്നു. അതായത് അത്രയ്ക്ക് പാചകം ചെയ്തു എന്നാണ് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയൊരു ഘോഷയാത്ര ഉണ്ടായിരുന്നു. എന്നിട്ട് വിവാഹ ദിവസം വലിയൊരു യജ്ഞം നടന്നു. എന്നിട്ട് ഭഗവാനും ലക്ഷ്മി പ്രിയ, ലക്ഷ്മി ദേവിയുടെ തന്നെ വിസ്തരണമാണ്, വലിയ ആഘോഷത്തോടു കൂടി വിവാഹം നടന്നു. അങ്ങനെ നിമായി പണ്ഡിതന്റെ വിവാഹം നടന്നു. ചർച്ച തുടരാം നമുക്ക്. കുറച്ച് നാളുകൾക്ക് ശേഷം ഭഗവാന്റെ അച്ഛനായ ജഗന്നാഥ് മിശ്ര ഭഗവാന്റെ ലോകത്തേക്ക് തിരിച്ചുപോയി. ഇതും ഭഗവാന്റെ ലോകമാണ്, പക്ഷേ ആ ലീലയുടെ ഭാഗമായിട്ട് അപ്രത്യക്ഷനായി മരിച്ചു, ശരീരം ഉപേക്ഷിച്ചു. അവർക്ക് ഭൗതിക ശരീരം ഇല്ല, പക്ഷെ എന്നാലും ആ ലീലയുടെ ഭാഗമായിട്ട് മരിച്ചു എന്ന് നമുക്ക് പറയാം. അന്നേരം അച്ഛൻ്റെ ശേഷക്രിയ ചെയ്തു. ബലികർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഭഗവാൻ ഗയയിൽ പോയി. അന്നേരം ഗയ കൂടുതൽ നമ്മൾ അറിയപ്പെടുന്നത് ഭഗവാന്റെ അവതാരമായ ശ്രീബുദ്ധൻ തപസ്സിരുന്ന സ്ഥലമായിട്ടാണ്. പക്ഷെ ഗയയിൽ ഭഗവാന്റെ പാദം പതിഞ്ഞ ഒരു സ്ഥലമുണ്ട്, ശ്രീ ഭഗവാൻ വിഷ്ണുവിൻ്റെ. അവിടെ അതിൻ്റെ തീരത്തായിട്ട് ബലികർമ്മങ്ങളൊക്കെ നടക്കാറുണ്ട്. ഗംഗ നദിയുടെ തീരത്ത് തന്നെയാണ് ഗയയിൽ. എന്നിട്ട് അവിടെ ബലികർമ്മങ്ങൾ ചെയ്യാനായിട്ട്, അച്ഛന് വേണ്ടി പിണ്ടോദക കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അസ്ഥി ഒഴുക്കാനും അതിനൊക്കെ ഭഗവാൻ ഗയയിൽ പോയി. ഇവിടെ പറയുന്നു, ഭഗവാൻ അപ്പോൾ 18 വയസ്സായിരുന്നു, 17 18 വയസ്സായിരുന്നു ഗയയിൽ പോയപ്പോൾ.
ആ ഗയയിൽ വെച്ച് തന്നെ ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ ഗുരുവായ ഈശ്വർ പുരിയെ കാണുകയാണ്. ഇന്നത്തെ ദിവസം ഈശ്വർ പുരി ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായ ദിവസം കൂടാണ്. നമ്മുടെ ഈ പരമ്പര എല്ലാവർക്കും അറിയാമല്ലോ, ബ്രഹ്മമാധവ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായമാണ്. എന്നാൽ ഇതിൽ ബ്രഹ്മസമ്പ്രദായം നമ്മുടേതാണ്. അതായത് ഭഗവാൻ ആധ്യാത്മിക അറിവുകൾ ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുത്തു. ബ്രഹ്മദേവൻ നാരദ മഹർഷിക്കും, നാരദ മഹർഷി വ്യാസ മഹർഷിക്കും, വ്യാസ മഹർഷി മധ്വാചാര്യനും പറഞ്ഞു കൊടുത്തു. ആ മധ്വാചാര്യരിലൂടെ വരുന്ന പരമ്പരയാണ് നമ്മുടെ. ഈ മധ്വാചാര്യയുടെ ഈ പരമ്പരയിൽ തന്നെയാണ് മാധവേന്ദ്രപുരി വരുന്നതും. മാധവേന്ദ്രപുരിയുടെ ശിഷ്യനാണ് ഈശ്വരപുരി. ഈശ്വരപുരിയുടെ ശിഷ്യനാണ് ചൈതന്യ മഹാപ്രഭു. ഭഗവാന് ഗുരുവിൻ്റെ ആവശ്യമില്ല, ഭഗവാനാണ് യഥാർത്ഥ ഗുരു, അല്ലേ? പക്ഷെ എന്നാലും ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ എപ്പോഴും ഒരു ഗുരുവിനെ സ്വീകരിക്കും. അങ്ങനെ ഭഗവാന്റെ ഗുരുവായിരുന്നു ഈശ്വരപുരി. ഇതിനു മുമ്പായിട്ട് ഭഗവാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഈശ്വർപുരി ജഗന്നാഥ് മിശ്രയുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജഗന്നാഥ് മിശ്ര എന്ന് പറയുമ്പോൾ ഭഗവാന്റെ അച്ഛൻ. ഭഗവാൻ കുഞ്ഞായിരുന്ന സമയത്ത് ജഗന്നാഥ് മിശ്രയുടെ വീട്ടിൽ താമസിച്ചിരുന്നു, വീട്ടിൽ നിന്ന് ഭക്ഷണവും കഴിച്ചിരുന്നു. അതുകൊണ്ട് ഭഗവാന് നേരത്തെ അറിയാമായിരുന്നു ഈശ്വർപുരിയെ. ഭഗവാൻ ആദ്യമേ പിന്നെ ഭഗവാനും കൂടെ ആണല്ലോ, അതുകൊണ്ട് എല്ലാം അറിയാം. അങ്ങനെ ഗയയിൽ വെച്ച് ചൈതന്യ മഹാപ്രഭു ഈശ്വർപുരിയെ കണ്ടു, ഈശ്വർപുരിയുടെ ആശ്രമത്തിൽ. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എനിക്ക് ഭഗവാന്റെ ലോകത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ എനിക്ക് ഗുരുവിനെ വേണം. ഒരു ഗുരു ഇല്ലാതെ എനിക്ക് എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയുക? ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അതുകൊണ്ട് അങ്ങൻ്റെ ഗുരുവാകണം, എനിക്ക് ദീക്ഷ നൽകണം എന്ന് ഭഗവാൻ ഈശ്വർപുരി അടുത്ത് അഭ്യർത്ഥിക്കുകയാണ്. ഉടൻ തന്നെ ഈശ്വർപുരി പറഞ്ഞു, നീ വലിയ പണ്ഡിതനാണ്, ഞാൻ നിനക്ക് ദീക്ഷ തരാൻ ആരാണെന്ന് പറഞ്ഞു. ഉടനെ ഭഗവാൻ പറഞ്ഞു, എന്നെ പറ്റിക്കരുത്, അങ്ങേക്ക് ഭഗവാൻ കൃഷ്ണൻ ആരാണെന്നറിയാം, അങ്ങ് മാധവേന്ദ്രപുരിയുടെ സേവകനായിരുന്നു. അങ്ങ് എനിക്ക് ദീക്ഷ നൽകിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കുമോ ഇല്ലയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് എനിക്ക് ദീക്ഷ നൽകണമെന്ന്. അന്നേരം വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചപ്പോൾ ഈശ്വർപുരി ഭഗവാന് ദീക്ഷ നൽകാൻ സമ്മതിക്കുകയാണ്. ആ ദീക്ഷ കിട്ടിയ ആ സമയം മുതലാണ് ഭഗവാന്റെ ഭക്തിഭാവം കൂടുതൽ പ്രകടമാക്കാൻ തുടങ്ങിയത്. അതായത് ഗുരുവിൽ നിന്നും ദീക്ഷാമന്ത്രങ്ങൾ ലഭിച്ചു. അതിനുശേഷം ഭഗവാൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയ ഉടൻ തന്നെ അവിടെ കീർത്തനം ചെയ്യാൻ തുടങ്ങി, നൃത്തം ചെയ്യാൻ തുടങ്ങി. ബ്രാഹ്മണരെല്ലാം ഭഗവാന്റെ ചുറ്റും അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുകയാണ്. ഭഗവാൻ ആ നൃത്തം ചെയ്യുന്ന സമയത്ത് ചുറ്റുമുള്ള ആൾക്കാർ ഭഗവാനെ നോക്കുകയാണ്. അതൊന്നും ഭഗവാൻ അറിഞ്ഞില്ല. പക്ഷേ അവരെല്ലാവരും ഭഗവാനെ ശ്രദ്ധിക്കുന്നു എന്ന് ഭഗവാന് ബോധ്യപ്പെട്ടപ്പോൾ ഭഗവാൻ അത് നിർത്തിയെന്നുള്ളൂ. ഭഗവാന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണീര് വരാൻ തുടങ്ങി. ഭഗവാന്റെ തന്നെ പാദം, വിഷ്ണുപാദം അഭിഷേകം ചെയ്യാൻ തുടങ്ങി. പാല്, തൈര്, തേന്, നെയ്യ്, പഞ്ചാമൃതം ഇതൊക്കെ വെച്ച് അഭിഷേകം ചെയ്യാൻ തുടങ്ങി. അഭിഷേകം ചെയ്യുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ദീക്ഷ എടുക്കുന്നതിലൂടെ തന്നെ ഭഗവാന്റെ ഉള്ളിലെ ആ പ്രേമം പ്രകടമാക്കി.
ഇവിടെ ഗുരു മഹാരാജ് പറയുന്നു, അഭിഷേകം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭഗവാന്റെ കണ്ണീന്ന് യഥാർത്ഥത്തിൽ വെള്ളം ഒഴുകുന്നത് പോലെ, നമ്മൾ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് പോലെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണീരൊഴുകുകയാണ്. നമ്മൾ എത്ര കരഞ്ഞാലും കണ്ണീര് വരുന്നതിന് ഒരു ലിമിറ്റുണ്ടല്ലോ. പക്ഷെ ഇത് ഭഗവാനാണ്. അത്രത്തോളം, കാരണം ഭഗവാൻ സ്വയം ഭഗവാന്റെ ഭക്തി ഭാവത്തിലിരിക്കുകയാണ്, ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിലിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ ഏത് കാര്യവും അസീമിതമായിട്ട് ചെയ്യാൻ കഴിയുമല്ലോ. കാരണം ഭഗവാന്റെ കണ്ണുനീര് പോലും യഥാർത്ഥത്തിൽ ഒഴുകുകയായിരുന്നു, തുള്ളി തുള്ളിയായിട്ടല്ല, ഇങ്ങനെ ഒഴുകുകയായിരുന്നു. ആ കണ്ണുനീര് വെച്ച് പോലും ഭഗവാന്റെ പാദത്തെ കഴുകുകയാണ്. അത് ഭഗവാന്റെ വിഷ്ണുപാദം ഇവിടെ കഴുകുകയാണ്. എന്നിട്ട് അരി കൊണ്ടുള്ള നിവേദ്യം ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചു. എന്നിട്ട് ആ ഭക്ഷണം അദ്ദേഹത്തിന്, ഭഗവാന്റെ അച്ഛന് ജഗന്നാഥ് മിശ്രയ്ക്ക് സമർപ്പിച്ചു. പിന്നെ ഗുരു മഹാരാജ് ഇവിടെ പറയുന്നു, ഗയ എന്തുകൊണ്ടാണ് ഇത്രയും ഫേമസ് ആകാൻ കാരണം. അതിൻ്റെ പുറകിലൊരു ചരിതമുണ്ടെന്ന് ഗുരു മഹാരാജ് പറയുന്നു. നമുക്കത് നോക്കാം എന്താണ്. ഗയയിൽ ഒരു അസുരനുണ്ടായിരുന്നു. ഗയാസുരൻ എന്നായിരുന്നു പേര്. ഗയാസുരൻ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ദേവന്മാരെല്ലാം ഭഗവാനോട് അഭ്യർത്ഥിച്ചു, ഗയാസുരനിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തണേ ഭഗവാനെ. അങ്ങനെ ഭഗവാൻ വിഷ്ണുവും ഗയാസുരനുമായിട്ട് വലിയൊരു യുദ്ധം നടന്നു. അതിനുശേഷം യുദ്ധം വളരെ ശക്തമായിട്ട് നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഭഗവാന്റെ പാദം വെച്ച് ഗയാസുരന്റെ നെഞ്ചത്ത് ചവിട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് നീ കീഴടങ്ങിക്കോളം പറഞ്ഞു. അപ്പോൾ ഗയാസുരൻ പറഞ്ഞു, ഞാൻ തോൽവി സമ്മതിക്കുന്നു, ഞാൻ കീഴടങ്ങുന്നു, പക്ഷെ അങ്ങ് എനിക്ക് 3 അനുഗ്രഹം നൽകണം പറഞ്ഞു. അന്നേരം, ഒന്ന്, എനിക്കിവിടെ ഒരു അമ്പലം വേണം, അങ്ങയുടെ നെഞ്ച് അമർത്തിപ്പിടിച്ച് അങ്ങയുടെ പാദം എൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ ചവിട്ടിപ്പിടിച്ചു, അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു അമ്പലം വേണം, ഇവിടെ വരുന്ന എല്ലാവർക്കും അങ്ങയുടെ പാദത്തെ പൂജിക്കാനുള്ള അവസരം ലഭിക്കണം. എന്നിട്ട് ഏത് ദിവസമാണോ ഇവിടെ ആരും വരാത്തതായിട്ട് ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അന്ന് എന്നെ ഇവിടുന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗയയിൽ ആരും വരാത്തതായിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാവുകയാണെങ്കിൽ, ഗയ സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. ആ കുന്നാണ് യഥാർത്ഥത്തിൽ അസുരൻ. ഭഗവാൻ ഇങ്ങനെ ചവിട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോഴും അവിടെ ഗയയിൽ ഭഗവാൻ ആ അസുരൻ്റെ നെഞ്ചത്ത് ചവിട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അന്നേരം അവിടെ ഗയാസുരൻ പറഞ്ഞു, ഞാൻ കീഴടങ്ങുകയാണ്, പക്ഷേ ഇവിടെ ഒരു അമ്പലം പണിയണം, എന്നിട്ട് എല്ലാവർക്കും അങ്ങയുടെ തൃപ്പാദത്തെ പൂജിക്കാനുള്ള അവസരം ലഭിക്കണം. ഏത് ദിവസമാണോ ഇവിടെ ആരും വരാത്തതായിട്ടുള്ളത് അന്ന് എനിക്ക് മോചനം നൽകണം. അപ്പോൾ ആ കുന്നു മാറി അസുരൻ വീണ്ടും ശക്തി പ്രാപിക്കുന്നതാണ്. ചൈതന്യ മഹാപ്രഭു ഭഗവാന് നിവേദ്യമൊക്കെ സമർപ്പിച്ചു. പഞ്ചാമൃതം കൊണ്ടും ഭഗവാന്റെ പാദത്തെ കഴുകി. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഭഗവാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഭഗവാൻ ഒരുപാട് സന്തോഷം തോന്നുകയായിരുന്നു ഭഗവാന്റെ തന്നെ പാദം കഴുകുമ്പോൾ.
കാരണം ഭഗവാൻ ഇപ്പോൾ ദീക്ഷയെടുത്ത് ഭക്തിഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദീക്ഷയെടുത്ത് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭക്തിഭാവം ഇനിയും വർദ്ധിക്കും എന്നാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കൈകൊണ്ട് ഭഗവാന് വേണ്ടി കൂടുതൽ കൂടുതൽ സേവനം ചെയ്യണം. അതിനുശേഷം അഭിഷേകം ചെയ്തിട്ട് ഭഗവാൻ വീണ്ടും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് കീർത്തനം ചെയ്ത് നൃത്തം ചെയ്യാൻ തുടങ്ങി. വീണ്ടും എല്ലാവരും ഭഗവാനെ ശ്രദ്ധിക്കുന്നതായിട്ട് കണ്ടപ്പോൾ ഭഗവാൻ വീണ്ടും ഭഗവാന്റെ ഭക്തിഭാവത്തെ നിയന്ത്രിച്ചു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഭക്തി പ്രദർശിപ്പിക്കാനുള്ളതല്ല, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം. അങ്ങനെ അച്ഛന് വേണ്ടിയുള്ള പിണ്ടോദക കർമ്മങ്ങളെല്ലാം ചെയ്തു. പിണ്ടോദക കർമ്മം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭഗവാന് നിവേദ്യം സമർപ്പിച്ചിട്ട് ആ നിവേദ്യം പിതൃക്കൾക്ക് കൊടുക്കുന്നതാണ്. അത് എല്ലാം ചെയ്തു. ഭഗവാന് അതിനുശേഷം വലിയ ആഗ്രഹം തോന്നി വൃന്ദാവനത്തിൽ പോകണമെന്ന്. എന്നിട്ട് ഭഗവാൻ ഉറക്കെ പറഞ്ഞു, ഞാൻ വൃന്ദാവനത്തിൽ പോവുകയാണ്. അങ്ങനെ നേരെ നദിയിലേക്ക് എടുത്ത് ചാടുകയാണ്, വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഉടൻ തന്നെ ആകാശത്തു നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, അങ്ങിപ്പോൾ വൃന്ദാവനത്തിൽ പോകരുത്, അങ്ങിനി നവദ്വീപിലാണ് പോകേണ്ടത്. അവിടെ അങ്ങ് സങ്കീർത്തനം ആരംഭിക്കണം, പിന്നെ അങ്ങേക്ക് വൃന്ദാവനത്തിൽ പോകാൻ. അങ്ങനെ ഭഗവാൻ നവദ്വീപിലേക്ക് തിരിച്ചു പോവുകയാണ്. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, കൂടുതൽ എടുക്കണമെന്നുണ്ട്, പക്ഷേ എന്തോ ഒരു അസ്വസ്ഥത പോലെ, ക്ഷമിക്കണം. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരും നാളെ രാവിലെ നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ നമുക്ക് 6 മണിക്ക് അല്ലെങ്കിൽ മാക്സിമം 6:30 ഗൗരഭാഗവതം എന്നീ ചർച്ച തുടരാം. ഹരേ കൃഷ്ണ.